പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. പഠനം ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ് എന്ന വാദം മുറുകെ പിടിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയേത്? മനഃശാസ്ത്ര ചിന്താധാരയാണ് എന്ത്? വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം. അടുത്തത്, ഒരു വ്യക്തിയിൽ ഭയം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണത്തിലൂടെ ചൂണ്ടിക്കാണിച്ച വ്യവഹാരവാദിയായ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ബ്രോഡഡ് വാട്സൺ ആണ് ഒരു വ്യക്തിയിൽ ഭയം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അടുത്തത്, എനിക്ക് ആരോഗ്യവാന്മാരായ ഒരു ഡസൻ ശിശുക്കളെ തരൂ. അവരുടെ വംശമഹിമയോ അഭിരുചികളോ ഇഷ്ടങ്ങളോ കഴിവുകളോ പരിഗണിക്കാതെ അവരിൽ ആരെയും പരിശീലനത്തിലൂടെ ഡോക്ടറോ നിയമജ്ഞനോ കലാകാരനോ കച്ചവടക്കാരനോ എന്തിനേറെ കുള്ളനോ യാചകനോ ആക്കി മാറ്റിത്തരാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജോൺ ബ്രോഡഡ് വാട്സൺ ആണ്. ജോൺ ബ്രോഡഡ് വാട്സൺ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഒരു വ്യക്തിയിൽ ഭയം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് പരീക്ഷണത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അടുത്തത്, എല്ലാ മാനസിക ശേഷികളെയും സ്വാധീനിക്കുന്ന ഒരു പൊതു ഘടകവും ചില സവിശേഷമായ മാനസിക ഘടകങ്ങളുമുണ്ട്. ഇത്തരത്തിൽ സിദ്ധാന്തിക്കുന്ന ബുദ്ധി സിദ്ധാന്തം ഏതാണ്? അപ്പം എല്ലാ മാനസിക ശേഷികളെയും സ്വാധീനിക്കുന്ന ഒരു പൊതു ഘടകവും സവിശേഷമായ മാനസിക ഘടകങ്ങളുമുണ്ട്. ഇത്തരത്തിൽ സിദ്ധാന്തിക്കുന്ന ബുദ്ധി സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി. അടുത്തത്, ബുദ്ധിയെക്കുറിച്ചുള്ള ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ചാൾസ് സ്പിയർമാൻ ആണ് ബുദ്ധിയെക്കുറിച്ചുള്ള ദ്വിഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ബുദ്ധിയെ ഖരബുദ്ധി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ദ്രവബുദ്ധി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? റെയ്മണ്ട് ബെർണാഡ് കാറ്റൽ. അപ്പോൾ ബുദ്ധിയെ ഖരബുദ്ധി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ദ്രവബുദ്ധി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് റെയ്മണ്ട് ബെർണാഡ് കാറ്റൽ. അടുത്തത്, ബുദ്ധിയെക്കുറിച്ചുള്ള ത്രിമുഖ സിദ്ധാന്ത പ്രകാരം ബുദ്ധിപരമായ വ്യവഹാരത്തിൻ്റെ 3 തലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ്, രണ്ടാമത്തെ മാനസിക പ്രക്രിയകൾ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഓപ്പറേഷൻസ്, മൂന്നാമത്തത് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഈ മൂന്നുമാണ് ബുദ്ധിയെക്കുറിച്ചുള്ള ത്രിമുഖ സിദ്ധാന്തത്തിൽ പറയുന്നത്. ജീൻ പിയാഷെ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക വികാസ ഘട്ട സിദ്ധാന്തം. അപ്പോൾ ജീൻ പിയാഷെയുടെയാണ് വൈജ്ഞാനിക വികാസഘട്ടം. അപ്പോൾ ജീൻ പിയാഷെ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക വികാസ ഘട്ട സിദ്ധാന്ത പ്രകാരം പ്രാക് മനോവ്യാപാരണ ഘട്ടത്തിൻ്റെ പ്രായപരിധി എത്രയാണ്? പ്രാക് മനോവ്യാപാരണ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൻ്റെ പ്രായപരിധി എത്രയാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. വൈജ്ഞാനിക വികാസം പ്രായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട ജ്ഞാനനിർവൃതിവാദക്കാരനായ മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ. വൈജ്ഞാനിക വികാസം പ്രായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജീൻ പിയാഷെയാണ്. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. നിരീക്ഷണവും അനുകരണവുമാണ് സാമൂഹ്യ വികാസത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഈ സിദ്ധാന്തം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നിരീക്ഷണവും
അനുകരണവുമാണ് സാമൂഹ്യ വികാസത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഈ സിദ്ധാന്തം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത്, ശ്രദ്ധയുടെ വ്യാപ്തി സ്പാൻ ഓഫ് അറ്റൻഷൻ നിർണ്ണയിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏത്? ശ്രദ്ധയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏത്? ഏതാണ്? ടാക്കിസ്റ്റോസ്കോപ്പ്. ടാക്കിസ്റ്റോസ്കോപ്പാണ് ശ്രദ്ധയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം. ADHDയുടെ പൂർണ്ണരൂപം എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അടുത്തത്, GW ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വിവിധങ്ങളായ വ്യവഹാരങ്ങളിൽ മേൽക്കൈ നേടുന്ന പ്രധാനപ്പെട്ട സവിശേഷകം ഏതാണ്? സവിശേഷത്തിന് ട്രെയ്റ്റ് എന്ന് പറയാം. എന്താണ് മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രെയ്റ്റ്? അടുത്തത്, പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും സ്ഥിരവുമായ പ്രതികരണങ്ങൾക്ക് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണ് ഡാഷ്. അതാണ് സവിശേഷകം അല്ലെങ്കിൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ലൈംഗിക ചോദനകൾ ഉറങ്ങിക്കിടക്കുന്ന മനോലൈംഗിക വികാസഘട്ടം ഏതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ലൈംഗിക ചോദനകൾ ഉറങ്ങിക്കിടക്കുന്ന മനോലൈംഗിക വികാസഘട്ടം ഏതാണ്? നിർലീനഘട്ടം അല്ലെങ്കിൽ ലേറ്റന്റ് സ്റ്റേജ്. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന സമായോജന ക്രിയാതന്ത്രം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന സമായോജന ക്രിയാതന്ത്രം ആണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ. അടുത്തത്, 7 വയസ്സിൽ നീന്തൽ പഠിച്ചിരുന്ന ജ്യോതിഷിന് തുടർന്ന് നീന്തുന്നതിനുള്ള അവസരമേ ലഭിച്ചിരുന്നില്ല. ഏറെ വർഷങ്ങൾക്കു ശേഷം അബദ്ധത്തിൽ പുഴയിൽ വീണുപോയ ജ്യോതിഷിന് നീന്തിക്കയറാൻ കഴിഞ്ഞു. ഈ ഓർമ്മ ഏത് തരം ഓർമ്മയാണ്? ഏതാണ്? പ്രതിക്രിയാപരമായ ഓർമ്മ അല്ലെങ്കിൽ പ്രൊസീഡ്യൂറൽ മെമ്മറി. അടുത്തത്, ഹെയ്ൻസ് ഡിലേമ ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനാണ് പ്രയോജനപ്പെടുത്തിയത്? നൈതിക വികാസം അല്ലെങ്കിൽ സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ്. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഉപയോഗമുള്ളത് മാത്രം സ്വീകരിച്ച് അതിനെ അർത്ഥം കൊടുക്കുകയും ചെയ്യുന്ന മാനസിക പ്രക്രിയയെ ആണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. എന്താണ്? പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഉപയോഗമുള്ളത് മാത്രം സ്വീകരിച്ചിട്ട് അതിന് അർത്ഥം കൊടുക്കുകയും ചെയ്യുന്ന മാനസിക പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ. അടുത്തത്, ഹൊവാർഡ് ഗാർഡ്നർ തൻ്റെ ബഹുമുഖ ബുദ്ധി. അപ്പം ബഹുമുഖ ബുദ്ധി ആരുടെയാണ്? ഹൊവാർഡ് ഗാർഡ്നറിൻ്റെ സങ്കല്പത്തിൽ ആദ്യം 7 തരം ബുദ്ധികളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്ത 2 തരം ബുദ്ധികൾ ഏതൊക്കെയാണ്? പ്രകൃതിപരമായ ബുദ്ധിയുണ്ട്, അസ്തിത്വപരമായ ബുദ്ധി. അടുത്തത്, ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തിൽ പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന രാഗാന്വിതമായ സ്നേഹവും അമ്മയോട് തോന്നുന്ന വെറുപ്പും സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന പദം ഏത്? ഇലക്ട്ര കോംപ്ലക്സ്. അടുത്തത്, പ്രതികരണങ്ങളെ വ്യാഖ്യാനിച്ച് വ്യക്തിത്വമാപനം നടത്തുന്ന തീമാറ്റിക് അപ്പർസെപ്ഷൻ അല്ലെങ്കിൽ TAT വികസിപ്പിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി അലക്സാണ്ടർ മുറെ. ഹെൻറി അലക്സാണ്ടർ മുറെയാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ
വികസിപ്പിച്ചെടുത്തത്. അടുത്തത്, സാംസ്കാരിക ചുറ്റുപാടുകളും എഴുത്തുഭാഷയും കൂടി ഉൾപ്പെടുത്തി ബുദ്ധിശക്തി അളക്കാൻ കൾച്ചർ ഫെയർ ഇൻ്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കൾച്ചർ ഫെയർ ഇൻ്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കിയ മനഃശാസ്ത്രജ്ഞനാണ് റെയ്മണ്ട് ബെർണാഡ് കാറ്റൽ. അടുത്തത്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് മെഷർ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് മെഷർ എന്ന പുസ്തകത്തിൻ്റെ കർത്താവാണ് GW ആൽപോർട്ട്. ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ആ 25 ക്വസ്റ്റ്യൻസും തീർന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ഉള്ള അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.